നമസ്കാരം. വായനാ വസന്തം 2025 അമ്മ വായനയുടെ ഭാഗമായി ടിയുടെ നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. ടി വാസുദേവൻ നായർ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. മലയാള സാഹിത്യത്തിന് ടി വളരെ വലിയ സംഭാവന തന്നെ നൽകിയിട്ടുണ്ട്. ടി തൻ്റെ സാഹിത്യത്തിലൂടെ കാലാതീതനായി വർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ടി വാസുദേവൻ നായരുടെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് നിൻ്റെ ഓർമ്മയ്ക്ക്. ഇതെടുത്തിരിക്കുന്നത് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങൾ, മരണത്തിൻ്റെ കൈത്തെറ്റ്, കോട്ടയുടെ നിഴൽ, ഓപ്പോൾ ഇവയൊക്കെയാണ് ആ കഥാസമാഹാരത്തിലെ മറ്റു കഥകൾ. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. ആ കഥയാണ് നിൻ്റെ ഓർമ്മയ്ക്ക് എന്നാണ് ഈ കഥയെക്കുറിച്ച് ടി പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവത്തെ അത്രയും ആഴത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ ടിക്ക് കഴിഞ്ഞു. ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാൻ ഓർത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഓർക്കാൻ കാരണമായത് പെട്ടിക്കടിയിൽ നിന്ന് കിട്ടിയ റബ്ബർ മൂങ്ങയാണ്. വയർ തുറന്ന് സുഗന്ധം പരത്തുന്ന, കണ്ണുരുട്ടാൻ കഴിവുള്ള ഒരു പ്രത്യേക റബ്ബർ മൂങ്ങയായിരുന്നു അത്. അത് തനിക്ക് സമ്മാനിച്ചത് ലീലയായിരുന്നു. ആ റബ്ബർ മൂങ്ങ അദ്ദേഹത്തെ ബാല്യത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കൃതിക്കാരനായ വാസുവിന് 3 സഹോദരങ്ങളും അമ്മയും അമ്മൂമ്മയുമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ സിലോണിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരു സഹോദരി ഉണ്ടായിരുന്നെങ്കിലെന്ന് വാസു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ പുസ്തകങ്ങൾ പൊതിഞ്ഞു പേരെഴുതാനും, വീട്ടിൽ ഒരു കല്യാണം നടക്കാനും, തനിക്കൊരളിയനെ കിട്ടാനും. ഒരു പെങ്ങളില്ലാതെ പോയതിൽ വാസുവിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പെൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹിച്ചിരുന്ന കുടുംബത്തിലെ 3 ആൺകുട്ടികൾക്ക് ശേഷം പൂജാതനായ, നിർഭാഗ്യവാനായ ഒരു ചാവാളി ചെറുക്കൻ്റെ വികാരസാന്ദ്രമായ അനുഭവാവിഷ്കാരമാണ് ടിയുടെ നിൻ്റെ ഓർമ്മയ്ക്ക്. സിലോണിൽ നിന്നും 6 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ വന്നപ്പോൾ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ മരണപ്പെട്ട തൻ്റെ സുഹൃത്തിൻ്റെ മകൾ ലീലയാണതെന്ന് അച്ഛൻ പറഞ്ഞു. ലീലയുടെ വരവ് വീട്ടിലെ അന്തരീക്ഷം പാടെ മാറ്റിമറിക്കുകയാണ്. വാസുവിനൊഴിച്ച് മറ്റാർക്കും ലീലയെ ഇഷ്ടമായിരുന്നില്ല. ലീല തൻ്റെ അച്ഛൻ്റെ മകളാണെന്ന പരദൂഷണം പരക്കുന്നു. അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്കിടുന്നു. എന്നാൽ വാസു തനിക്കൊരു പെങ്ങളെ കിട്ടിയ സന്തോഷത്തിലാണ്. അവൾ തന്നോട് കൂട്ടുകൂടിയില്ലെങ്കിലും പെങ്ങളായി വാസു അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ലീലയുടെ കയ്യിലെ റബ്ബർ മൂങ്ങ വാസുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് ചോദിച്ചിട്ടും അവളത് കൊടുത്തിരുന്നില്ല എന്നു മാത്രമല്ല, അവനെ അത് കാട്ടി കൊതിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ വാസുവിനെ വിളിച്ച് അച്ഛൻ ലീല തൻ്റെ സഹോദരിയാണെന്ന് പറയുന്നു. ഇതോടെ വീട്ടിലെ അന്തരീക്ഷം രൂക്ഷമായി മാറുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കു കൂടുന്നു. പിറ്റേന്നു രാവിലെ വാസു ഉണർന്നപ്പോൾ അച്ഛനും ലീലയും യാത്രക്ക് തയ്യാറായി നിൽക്കുകയായിരുന്നു. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ലീല തൻ്റെ റബ്ബർ മൂങ്ങ വാസുവിന് സമ്മാനിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി ലീല നടന്നു നീങ്ങുന്നതു നോക്കി നിൽക്കാനേ വാസുവിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സഹോദരിക്ക് മംഗളങ്ങൾ നേരുന്നു. കളഞ്ഞു കിട്ടിയ നിധി പോലെ ലീല എന്ന സഹോദരിയെ നെഞ്ചോട് ചേർക്കുകയാണ് കഥാകാരൻ. പ്രിയപ്പെട്ട സഹോദരി, നാഴികകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു. ഞാൻ നിൻ്റെ ഓർമ്മയ്ക്ക് ഞാനിതിവിടെ കുറിച്ചിടട്ടെ എന്നെഴുതി നിർത്തുമ്പോൾ ടിയെ കണ്ണീരണിയിച്ച കഥ അനുവാചകനും സമാന അനുഭവമായി മാറുന്നു. നന്ദി, നമസ്കാരം.